പശ്ചിമേഷ്യൻ മേഖലയെ ആകെ പിടിച്ചുകുലുക്കി US-ഇറാൻ പോരാട്ടം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സൗദി അറേബ്യയുമായി നിർണായക ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അമേരിക്ക. ഭാവിയിൽ സൗദിക്ക് സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ നീക്കം. തങ്ങളുടെ മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് തടയാനും ആണവായുധ നിർമ്മാണം ഇല്ലാതാക്കാനും വേണ്ടി ഇറാനെതിരെ അമേരിക്ക യുദ്ധം തുടരുമ്പോഴാണ് സൗദിയുമായുള്ള ഈ കരാർ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. തുടർച്ചയായ 12ാം രാത്രിയിലും ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെ US വ്യോമാക്രമണം ശക്തമായി തുടരുകയാണ്. പ്രാദേശിക സമുദ്രപാതകളിലെ വാണിജ്യ കപ്പലുകൾക്ക് ഇറാൻ ഉയർത്തുന്ന ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ US ആക്രമണങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മറുപടി പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിരോധ നയം വ്യക്തമാണ്, കണ്ണിന് കണ്ണ് എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ എന്തെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ ഇറാന്റെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇനി മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മിസൈലോ റോക്കറ്റോ ഡ്രോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധമോ ഉപകരണമോ ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്കിലെ ഏതെങ്കിലും കപ്പലിന് നേരെ വെടിയുതിർത്താൽ തലസ്ഥാനമായ ടെഹ്റാനിലുള്ളതോ സമീപത്തുള്ളതോ ആയ ഒരു പാലമോ അല്ലെങ്കിൽ വൈദ്യുതി നിലയമോ അമേരിക്ക ബോംബിട്ട് തകർക്കും. ഇറാനെതിരെ അമേരിക്കൻ സൈന്യം തുടർച്ചയായ 11ാം രാത്രിയിലും നടത്തിയ സൈനിക നടപടികൾ പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വൈകിട്ട് ഏകദേശം 75 മിനിറ്റോളം ഈ ആക്രമണങ്ങൾ നീണ്ടുനിന്നതായി US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പാലങ്ങളും ഊർജ്ജ നിലയങ്ങളും ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെയാണ് തങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണം ലക്ഷ്യമിട്ടതെന്ന് US സൈന്യം വ്യക്തമാക്കി. ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ ശേഷി തകർക്കുന്നതിനായി ഇറാന്റെ സൈനിക ഓപ്പറേഷൻ സെന്ററുകൾ, നാവികശേഷികൾ, എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് സെന്റകോം ലക്ഷ്യമിട്ടത്. US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടെ ഹോർമൂസിലൂടെ കടന്നുപോയ 30-ലധികം വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായി വാഷിംഗ്ടൺ ആരോപിക്കുന്നു. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത്. ഇതോടെ ഈ സംഘർഷം ഒരു യുദ്ധാവസ്ഥയിലേക്ക് പോയി. US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ആക്രമിച്ചുകൊണ്ടാണ് ടെഹ്റാൻ ഇതിന് മറുപടി നൽകിയത്. അതിനുശേഷം പോരാട്ടം മേഖലയിലുടനീളം വ്യാപിച്ചു.